വിശുദ്ധ റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട ലക്ഷ്യം വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുണ്ടായിത്തീരാൻ വേണ്ടിയാണ്. എന്താണ് തഖ്വ? തഖ്വയെക്കുറിച്ച് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നാണ് തഖ്വ രൂപപ്പെട്ടു വരേണ്ടത്. മനുഷ്യ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്ന തഖ്വ മനുഷ്യ ജീവിതത്തിലെ മുഴുവ്യവഹാരങ്ങളെയും ചിട്ടപ്പെടുത്താനും വ്യവസ്ഥപ്പെടുത്താനും ഉപകരിക്കുന്നിടത്താണ് ജീവിതത്തിൽ തഖ്വയുണ്ടാവുക. നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കരുത്, പക കാണിക്കരുത് എന്ന് തുടങ്ങിയുള്ള ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വ ഇവിടെയാണ് എന്ന് 3 തവണ തൻ്റെ നെഞ്ചകത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. തഖ്വയെക്കുറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതും സമാനമായ സ്വഭാവത്തിലാണ്. അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത് തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഗ്ദാദു ലിയൗമിർ റഹീൽ. എന്താണ് തഖ്വ എന്നതിന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അത് അത്യുന്നതനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തലാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, തനിക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള മനസ്സാർജിക്കലാണ്. വൽ ഇസ്തിഗ്ദാദു ലിയൗമിർ റഹീൽ, നാളത്തേക്ക് വേണ്ടി ഏത് ഘട്ടത്തിലും ഐഹിക ജീവിതത്തിൽ നിന്ന് അനശ്വരമായ പരലോക ജീവിതത്തിലേക്ക് യാത്ര തിരിക്കാനുള്ള ഒരുക്കമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തഖ്വയുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന വളരെ കൃത്യമായ നിർവചനമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ തഖ്വയെ നമ്മൾ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. നമ്മുടെ കർമ്മപഥത്തെ അത് നിയന്ത്രിക്കുന്നുണ്ടോ? നമ്മിൽ നിറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഭക്തി അത് ജനിപ്പിക്കുന്നുണ്ടോ? ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്ക് ആർജിക്കാൻ സാധിക്കുന്നുണ്ടോ? നാളത്തേക്കുള്ള യാത്രാസന്നാഹങ്ങൾ ഒരുക്കാൻ നമ്മുടെ തഖ്വ നമുക്ക് പ്രേരകമായി വർത്തിക്കുന്നുണ്ടോ? ഇതെല്ലാം നേടിയെടുക്കുന്നതിനു കൂടിയാണ് റമദാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകുന്ന പാഠം എന്നുകൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.